1 ശമൂവേൽ 2:30 എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവം പറഞ്ഞൊരു കാര്യമാണ്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. നമ്മൾ ആരെല്ലാം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ, ദൈവം അവരെ മാനിച്ചിരിക്കും. അത് 100% ഉറപ്പാണ്. അതാണ് പുതിയ നിയമത്തിലും യേശു കർത്താവ് പറഞ്ഞത്. മനുഷ്യരുടെ മുമ്പിൽ ആരൊക്കെ യേശുവിനെ ഏറ്റു പറയുമോ അവരെ പിതാവിൻ്റെ സന്നിധിയിൽ, സ്വർഗത്തിൽ യേശു കർത്താവും അവരെ പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയും. ദൈവം മാനിക്കും. ഒരു ചെറിയൊരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ. വർഷങ്ങൾക്ക് മുൻപ് ദൈവവേല ചെയ്തു തുടങ്ങുന്ന ഒരു സമയത്ത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു ക്യാമ്പ് പോലെ മീറ്റിംഗ് ചെയ്യുമായിരുന്നു. എല്ലാ 2ാം ശനിയാഴ്ചകളിലും രാവിലെ മുതൽ ഉച്ചവരെയാണ് ഈ മീറ്റിംഗ്. അപ്പോൾ ദൂരത്ത് നിന്നൊക്കെ വരുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ആഹാരം ക്രമീകരിക്കുമായിരുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ 1ാമത്തെ സെഷൻ കഴിയുമ്പോൾ അവർക്ക് ഒരു ചായ കൊടുക്കും, ഉച്ചയാകുമ്പോൾ അവർക്ക് കഞ്ഞി കൊടുക്കും. അങ്ങനെ വളരെ സന്തോഷത്തോടെ മീറ്റിംഗ് നടത്തുന്നത്. ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ആ കോളേജിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരനായിരുന്നു. ആ കൂട്ടുകാരന് ഒരു 2 വീലർ ഉണ്ടായിരുന്നു. ഈ 2 വീലറിൽ ആ മകൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ചായ റെഡിയാക്കി കൊണ്ടുവരും, അതുപോലെ കഞ്ഞിയൊക്കെ റെഡിയാക്കി കൊണ്ടുവരും. ഇതെല്ലാം ആ 2 വീലറിലാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഓട്ടോയിൽ കൊണ്ടുവരുന്ന അത്രയും സാധനങ്ങൾ ഈ 2 വീലറിൽ തന്നെ, അതിൻ്റെ പ്ലേറ്റ്, ഗ്ലാസ് എല്ലാമായിട്ട് രാവിലെ തന്നെ വന്ന് അവിടെ എല്ലാം ക്രമീകരണമൊക്കെ ചെയ്ത് ആ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിട്ട് മുമ്പിലോട്ട് പോയി. ഒരുപാട് വർഷങ്ങൾ അനേകം യുവാക്കളും യുവതികളും പല സ്ഥലങ്ങളിൽ നിന്നും അനേകം കുടുംബങ്ങൾ വന്നു. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. പലരും പല സ്ഥലങ്ങളിൽ ദൈവവേലക്കാരായിട്ടൊക്കെ ദൈവം അവരെ ഉപയോഗിച്ചു. ആ മീറ്റിങ്ങിന് നേതൃത്വം നൽകാൻ വലിയവനായ ദൈവം എളിയവനായ എന്നെയും ഉപയോഗിച്ചു. ആ മീറ്റിങ്ങിന് വേണ്ടി ഇതൊക്കെ ക്രമീകരിച്ച് പ്രിയ മകൻ വരുമ്പോൾ പലരും അവനോട് ചോദിക്കും, ഇന്ന് 2ാം ശനിയാഴ്ചയാണ്, അവധി ദിവസമാണ്, നിനക്ക് വേണമെങ്കിൽ ഒരു PSC ക്ലാസ്സിന് പോയി പ്രിപ്പറേഷന് പോയിരുന്നെങ്കിൽ നിനക്കൊരു നല്ല ജോലി കിട്ടുമായിരുന്നല്ലോ, നീ എന്തിനാ വെറുതെ എങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പലരും ചോദിക്കുമായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ പ്രിയ മകന് ദൈവം ഒരു ജോലി നൽകി അവനെ മാനിച്ചു. അവന് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നോക്കാതെ തന്നെ ദൈവം അവനെ മാനിച്ചു. ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റി അവൻ ഫിസിക്കലി ഫിറ്റായിട്ട് അവനൊരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അവനെ അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി ദൈവത്തിൻ്റെ വചനപ്രകാരം നിർത്തിയിരിക്കുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ചിലപ്പോൾ നമ്മുടെ സമയമായിരിക്കണമെന്നില്ല ദൈവത്തിൻ്റെ സമയം. മറ്റുള്ളവർ കളിയാക്കുമായിരിക്കാം. ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നിന്നെ മറ്റുള്ളവർ തള്ളിപ്പറയുന്നതായിരിക്കാം. എന്നാൽ പിടിച്ചു നിൽക്കുക, ദൈവം ആർക്കും കടക്കാരനല്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മളെ മാനിച്ചിരിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. ഉറപ്പാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഓടാം, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാം. ദൈവം നമ്മളെ മാനിക്കും. ഗോഡ് ബ്ലസ് യു.